السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكص على عقبيه وقال إني بريء منكم إني أرى ما لا ترون إني أخاف الله والله شديد العقاب. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച തമ്പുരാൻ നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്രഷ്ടാവായി അല്ലാഹു മാത്രമാണ് ഈ ലോകത്തുള്ളത്. അല്ലാഹു അല്ലാത്ത മറ്റുള്ളവയെല്ലാം തന്നെ മഖ്ലൂക്കുകളാണ്, സൃഷ്ടികളാണ്. കോടാനകോടി സൃഷ്ടികൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രാണികളായും പാറ്റകളായും ഇഴജന്തുക്കളായും അങ്ങനെ ചെറുതും വലുതുമായിക്കൊണ്ട് കരയിലും കടലിലുമായിക്കൊണ്ട് ഒട്ടനവധി ജീവജാലങ്ങൾ ഈ ലോകത്ത് നിലവിലുണ്ട്. ഓരോ ജീവികളുടെയും സൃഷ്ടിപ്പും അവയുടെയെല്ലാം ജീവിത രീതികളും സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വങ്ങളാണ് വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അല്ലാഹുവിൻ്റെ മഹത്തായ ഖുദ്റത്തിനെയും അളുമത്തിനെയും സൂചിപ്പിക്കുന്ന അത്ഭുതകരങ്ങളായ ഈ ലോകത്തുള്ള സൃഷ്ടികളിലെ ഒരു പ്രധാന സൃഷ്ടിയാണ് ജിന്ന് എന്ന് പറയുന്നത്. സാധാരണ ജിന്ന് എന്ന് കേൾക്കുമ്പോൾ പല നിലക്കുള്ള തെറ്റിദ്ധാരണകളാണ് ജനങ്ങളിലേക്ക് കടന്നു വരാറുള്ളത്. ഒരു ഭാഗത്ത്
തെറ്റായ വിശ്വാസങ്ങളും മറ്റും വെച്ചുപുലർത്തുകയും ആ വിശ്വാസങ്ങളുടെ ഫലമായിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളിലേക്കും ശിർക്കുകളിലേക്കും മനുഷ്യർ എത്തിച്ചേരുന്ന പ്രവണത സമൂഹത്തിൽ കാണാറുണ്ട്. അത് ഒരു ഭാഗത്ത് അങ്ങനെ നടക്കുന്നു എങ്കിൽ മറുഭാഗത്ത് ജിന്നി എന്ന് പറയുന്ന വസ്തുതയെ തന്നെ നിഷേധിച്ചുകൊണ്ട് അത് വൈറസാണെന്നും ബാക്ടീരിയ ആണെന്നുമുള്ള പ്രചരണങ്ങൾ നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ പരിഹസിക്കുന്ന കൊഞ്ഞനം കുത്തുന്ന ഒരു പ്രവണത മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജിന്ന് എന്നുള്ള ആ വിഷയത്തെ സംബന്ധിച്ച് ആളുകളോട് പറയേണ്ടതില്ല, അങ്ങനെ ഒരു വിഷയം തന്നെ പഠിപ്പിക്കപ്പെടേണ്ടതില്ല എന്ന നിലക്ക് ഒരു പ്രചരണം മറുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റായ വിശ്വാസങ്ങളിൽ പോയി പെടാതിരിക്കാൻ, ജീവിതത്തിൽ അല്ലാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് നമ്മൾ നീങ്ങാതിരിക്കാൻ എന്താണ് ഈ വസ്തുത എന്ന് വിശുദ്ധ ഖുർആനിന്റെയും തിരു ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയായി ഞാൻ മനസ്സിലാക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നി എന്ന പേരിൽ ഒരു സൂറത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു വർഗത്തെക്കുറിച്ച് ആളുകൾ അറിയേണ്ടതോ പഠിക്കേണ്ടതോ ഇല്ല എങ്കിൽ അങ്ങനെ സൂറത്ത് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, 22 സ്ഥലങ്ങളിൽ ജിന്നി എന്ന പദം അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ശൈത്വാനും ഷയാത്തീൻ എന്ന പദങ്ങളായിക്കൊണ്ട് പല ഭാഗങ്ങളിൽ അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരു ഹദീസുകളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളും ജൽപ്പനങ്ങളും നിലകൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസം ചോർന്നു പോകാതിരിക്കാൻ, തെറ്റിന്റെ വഴിയിലേക്ക് നമ്മൾ നീങ്ങിപ്പോകാതിരിക്കാൻ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം, നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങൾ എന്ത് എന്ന് വിശദീകരിക്കുവാനാണ് ഏതാനും ചില ക്ലാസുകൾ ഉപയോഗപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രമാണബദ്ധമായ ജീവിതം നയിക്കുവാനും ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി പരിശുദ്ധ ഖുർആൻ എന്തു പറയുന്ന വിഷയത്തിൽ ജിന്നി എന്നുള്ള പരാമർശം വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കും. ഒന്ന്, സൂറത്തുൽ അഹ്ഖാഫ് 29-ാമത്തെ വചനം, വൈദ് സർഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, പ്രവാചകരെ നിങ്ങളിലേക്ക് ഒരു സംഘം ജിന്നുകളെ നാം അയച്ചു തന്നു. എന്തിനു വേണ്ടി? യസ്തമിഊനൽ ഖുർആൻ, അവർ ഖുർആൻ കേൾക്കാൻ, അവർ ഖുർആൻ പഠിക്കാൻ വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊടുക്കുകയും ജിന്നുകളുടെ ആ സംഘം ഒന്നിച്ചിരുന്നുകൊണ്ട് ആ ഖുർആൻ പ്രവാചകൻ ഓതുന്നത് കേൾക്കുകയും ചെയ്തു എന്ന് സൂറത്തുൽ അഹ്ഖാഫിലെ 29-ാമത്തെ വചനത്തിൽ അത് പഠിപ്പിക്കുന്നു. സൂറത്തുൽ അൻആമിലെ 130-ാമത്തെ വചനം, യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ മനുഷ്യ സമൂഹമേ, അല്ലയോ ജിന്ന് സമൂഹമേ, അലം യഅതികും റസുലും മിൻകും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ വന്നില്ലയോ എന്നുള്ള ചോദ്യം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ആ ചോദ്യം ജിന്നുകളോടാണ്, മനുഷ്യരോടാണ്. അപ്പൊ അങ്ങനെ ഒരു പരാമർശം അവിടെയും വന്നിട്ടുണ്ട്. അതേപോലെ സൂറത്തുൽ ജിന്നിലെ 1-ാമത്തെ വചനം, ഖുൽ നബിയെ പറയുക, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ഒരു സംഘം ജിന്നുകൾ പ്രവാചകന്റെ അടുക്കലേക്ക് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതുകയും അതവർ കേൾക്കുകയും എന്നിട്ട് അവർ തങ്ങളുടെ സമൂഹത്തിലേക്ക് പോയിക്കൊണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത വിശദമായ രൂപം സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലക്ക് വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായിക്കൊണ്ട് ജിന്നെന്ന പരാമർശം കാണാം, ജിന്നിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നതും കാണാം. ഇനി സഹോദരങ്ങളെ, ഏതാനും ചില ഹദീസുകൾ എന്തു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഒന്നാമത്തേത്, അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ലൈലത്തിൻ, ഒരു ദിവസം രാത്രി ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രവാചകനെ കാണാതെയായി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രവാചകനെ കാണാതെയായി.
ഫൽതമസ്നാഹു ഫിൽ ഔദിയതി വശിആബ്. അങ്ങനെ പ്രവാചകനെ ഞങ്ങൾ അവിടെയുള്ള താഴ്വരയിലും മലയിടുക്കുകളിലും അന്വേഷിച്ചിറങ്ങി. ഫഖുൽനാ ഉസ്തുതീറ ഔ ഊതീല, പ്രവാചകനെന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. ഫബിത്നാ ബിശർരി ലൈലത്തിൻ ബാത ബിഹാ ഖൗമുൻ, അങ്ങനെ ആ രാത്രി വളരെ മോശമായ പ്രയാസപ്പെട്ട നിലക്കാണ് ഞങ്ങൾ രാത്രി കഴിച്ചു കൂട്ടിയത്. ഫലമ്മാ സുബഹ്നാ, നേരം പുലർന്നപ്പോൾ ഇദാ ഹുവ ജാഅ മിൻ ഖിബലി ഹിറാ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറായുടെ ഭാഗത്ത് നിന്നും വരികയാണ്. ഖാലായി സ്വഹാബി പറയുന്നു, ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫഖദ്നാക ഫതലബ്നാക ഫലം നജിദ്ക, പ്രവാചകരെ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് നിങ്ങളെ കാണാതെയായി, ഞങ്ങൾ നിങ്ങൾ അന്വേഷിച്ചു നടന്നു, പക്ഷേ കണ്ടില്ല. ഫബിത്നാ ബിശർരി ലൈലത്തിൻ ബാത ബിഹാ ഖൗമുൻ, വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞങ്ങൾ നേരം പുലർന്നത്. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അതാനി ദാഇയൽ ജിന്നി, ജിന്നുകളിലെ പ്രബോധകൻ എന്റെ അടുക്കലേക്ക് വന്നു. ഫദഹബതു മഅഹു, അങ്ങനെ ആ വ്യക്തിയുടെ കൂടെ ഞാൻ പോയി. ഫഖറഅതു അലൈഹിമുൽ ഖുർആൻ, അങ്ങനെ ആ ജിന്നുകളുടെ സംഘത്തിന് ഞാൻ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബികളെയും കൂട്ടി അങ്ങോട്ട് പോവുകയാണ്. ജിന്നുകളുമായി കൂടിയിരിക്കുകയും അവർക്ക് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ആ ഭാഗത്തേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ കൊണ്ടുപോയി. എന്നിട്ട് ആ സ്വഹാബികൾ പറയുന്നു, ഫഅറാന ആസാറഹും വആസാറ നീറാനിഹിം, ഞങ്ങൾക്ക് ആ ജിന്നുകളുടെ ചില അടയാളങ്ങളും അവിടെ ചില തീയിന്റെ അടയാളങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരികയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പോ ജിന്നിനെ സംബന്ധിച്ചുള്ള പരാമർശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാമെന്നർത്ഥം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് പ്രവാചകൻ പറയുകയുണ്ടായി, ഇന്നി അറാക തുഹിബ്ബുൽ ഗനമ വൽ ബാദിയ, നീ ആടിനെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ആടുകളെ മേച്ചു നടക്കുന്ന ഈ കുന്നിൻ പ്രദേശങ്ങളും കുഗ്രാമങ്ങളും നീ ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഫൈദാ കുൻത ഫീ ഗനമിക വ ബാദിയതിക, നീ നിന്റെ ആടുകളുമായി നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള കുഗ്രാമങ്ങളിലോ മറ്റോ ആണെങ്കിൽ ഫഅദ്ദൻത ബിസ്സലാത്ത്, നമസ്കാരത്തിന് സമയമാകുമ്പോൾ നീ ബാങ്ക് കൊടുക്കുമ്പോൾ ഫർഫഅ സൗതക ബിന്നിദാ, നീ ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കണം, ശബ്ദം ഉയർത്തി പറയണം. കാരണം ഫഇന്നഹു ലാ യസ്മഉ മുദാ സൗത്തിൽ മുഅദ്ദിനി ജിന്നും വലാ ഇൻസുൻ വലാ ശൈഉൻ ഇല്ലാ ഷഹിദ ലഹു യൗമുൽ ഖിയാമ, റവാഹുൽ ബുഖാരി. ഈ നിന്റെ ബാങ്കിന്റെ ശബ്ദം മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ ഏത് ജീവികളാകട്ടെ ആരെല്ലാം കേൾക്കുന്നുവോ അവർ നാളെ നിനക്ക് പരലോകത്ത് നിനക്ക് വേണ്ടി സാക്ഷി പറയുമെന്ന് ഇമാം ബുഖാരി ധരിക്കുന്ന സ്വഹീഹായ ഹദീസുകൾ കാണുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ ചില പരാമർശങ്ങൾ ഹദീസിലും വന്നിട്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, ജിന്നുകളുടെ സൃഷ്ടിപ്പ് അവിടെ നിന്നാണല്ലോ തുടക്കം. എന്തിൽ നിന്നാണ് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത്? സൂറത്തുർ റഹ്മാനിലെ 15-ാമത്തെ വചനം, വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകളെ അല്ലാഹു സൃഷ്ടിച്ചത് തീയിന്റെ ജ്വാലയിൽ നിന്നാണ് എന്ന്. കട്ടികൂടിയ തീയിന്റെ ജ്വാലയിൽ നിന്നാണ് ജിന്നുകളെ പടച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹിജ്റിലെ 27-ാമത്തെ വചനം, വൽ ജാന്ന ഖലഖനാഹു മിൻ ഖബൽ മിൻ നാരിസ് സമൂം, തീയിന്റെ ജ്വാലയിൽ നിന്ന് പടച്ചു തമ്പുരാൻ മനുഷ്യർക്ക് മുമ്പ് തന്നെ ജിന്നുകളെ പടച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലും ഇങ്ങനെ ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുള്ള കാര്യം പറയാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം നമ്മളാരും അവരെ കണ്ടവരല്ല, അങ്ങനെ കാണുവാനുള്ള ഒരു ശേഷിയും മനുഷ്യന് അള്ളാഹു നൽകിയിട്ടും ഇല്ല. ഗൈബിയായ അദൃശ്യമായ ഒരു സൃഷ്ടിയാണ് അവർ എന്നതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ പരിപൂർണമായും വിശ്വസിക്കുക മാത്രമാണ് നമ്മുടെ ബാധ്യത. സൂറത്തുൽ ആറാഫിലെ 12-ാമത്തെ വചനം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാത്ത സന്ദർഭത്തിൽ ഇബ്ലീസിനോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല? ഇബ്ലീസും ജിന്നുവർഗത്തിൽപ്പെട്ടവനാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വിശദീകരിക്കും. വകാന മിനൽ ജിന്ന്, അവൻ ജിന്നുവർഗത്തിൽപ്പെട്ടവനായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല? അവൻ പറയുന്നു മറുപടി, അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ നല്ലവനാണ്. ഖലഖതനീ മിൻ നാരിൻ വ ഖലഖതഹു മിൻ തീൻ, എന്നെ നീ തീ കൊണ്ടാണ് പടച്ചത്, അവനെ നീ മണ്ണ് കൊണ്ടാണ് പടച്ചത്. അപ്പൊ തീയിൽ നിന്നാണ് ജിന്നിന്റെ സൃഷ്ടിപ്പ്. ഇത് ഖുർആൻ പറയുന്നു 3 വചനങ്ങളിലൂടെ. ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് പ്രകാശത്തിൽ നിന്നാണ്.
വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തീയിന്റെ ജ്വാലയിൽ നിന്നാണ്. വഖുലിഖ ആദമു മിമ്മാ വുസിഫ ലക്കും, ആദം എന്തിൽ നിന്നാണ് പടക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അത് ഖുർആനിൽ കാണാം. മണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. അപ്പൊ ഇങ്ങനെ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ആ വിഷയം സ്ഥിരപ്പെട്ട് കിടക്കുന്നു. പക്ഷേ ചില ആളുകൾ ഇതിനെ നിഷേധിക്കാറുണ്ട്. അങ്ങനെ നിഷേധിക്കുവാനുള്ള കാരണം അവരുടെ ഒരു ചോദ്യമാണ്, തീയുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ജിന്നിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് തീയിലിട്ടുകൊണ്ട് ജിന്നുകളെ ശിക്ഷിക്കുക എന്നുള്ള ആ ചോദ്യം ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ സത്ത തീയാണെങ്കിലും അവരുടെ അടിസ്ഥാനം തീയായിരുന്നുവെങ്കിലും ഇന്ന് അവർ തീയല്ല. ഏതുപോലെ മനുഷ്യരായ നമ്മുടെ സത്ത മണ്ണാണ്, നമ്മുടെ അടിസ്ഥാനം മണ്ണാണ്. പക്ഷെ എന്ന് നമ്മൾ എന്തെല്ലാം മണ്ണല്ല എന്നതുപോലെ തന്നെയാണ് ജിന്നുകളുടെ കാര്യവും. മാത്രമല്ല ഹദീസിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നമസ്കരിക്കുകയായിരുന്നു. ഫഅതാഹു ശൈത്വാൻ, അപ്പോൾ പിശാച് പ്രവാചകനെ സമീപിച്ചു. ഫഅഖദഹു, അങ്ങനെ പ്രവാചകൻ ആ ജിന്നിനെ ശൈത്താനിനെ പിടികൂടി എന്നാണ്. എന്നിട്ട് ഹദീസിൽ പറയുന്നു, ഹത്താ വജദ്തു ബർദ ലിസാനിഹി അലാ യദി, എൻ്റെ കയ്യിൽ ആ പിശാചിന്റെ നാവിന്റെ തണുപ്പ് എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ഹദീസിൽ കാണുവാൻ സാധിക്കും. അപ്പൊ ഇപ്പോൾ അത് തീയല്ല എന്നുള്ള സൂചനയാണ് അത് നൽകുന്നത് എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അതേപോലെ മറ്റൊരു ഹദീസിൽ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അദുവല്ലാഹി ഇബ്ലീസ്, അല്ലാഹുവിന്റെ ശത്രുവായ ഇബ്ലീസ് ജാഅ ബിശിഹാബിൻ മിൻ നാരിൻ, തീയിന്റെ ഒരു ജ്വാലയുമായി കൊണ്ട് തീയുമായി കൊണ്ട് എന്നിലേക്ക് വന്നു. ലിയജ്അലഹു ഫീ വജ്ഹി, എന്റെ മുഖത്ത് വെക്കാൻ. ശൈത്താൻ തീയുമായിട്ട് പ്രവാചകനടുക്കലേക്ക് വന്നു എന്ന ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്തിനാ പണ്ഡിതന്മാർ ഇത് ഉദ്ധരിക്കുന്നത്? പിശാച് ഇപ്പോഴും തീയാണെങ്കിൽ അങ്ങനെ വേറെ തീ കൊണ്ടുവരേണ്ടതില്ല എന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതായാലും അടിസ്ഥാനപരമായി അവരുടെ സൃഷ്ടിപ്പ് തീയിൽ നിന്നാണ് എന്നതിന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇനി സഹോദരങ്ങളെ, ജിന്നുകൾ പല ഇനങ്ങളുണ്ട്, പല തരത്തിലുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കി വെക്കണം. കാരണം അതിനെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവില്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും കേൾക്കുമ്പോൾ അത് എന്നെ ജിന്ന് ബാധിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് ഇന്ന പ്രയാസമാണ് എന്ന് നിനക്ക് തെറ്റിദ്ധാരണയിൽ അകപ്പെടുകയും എന്നിട്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും പിശാചി ഇഷ്ടപ്പെടുന്നതുമായ ചികിത്സാ വഴികളിലൂടെയും തെറ്റായ വഴികളിലൂടെയും മനുഷ്യർ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഈ വിഷയം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ജിന്നിനെ സംബന്ധിച്ച് 3 കാര്യങ്ങൾ പ്രവാചകൻ പറയുകയുണ്ടായി. 3 തരം ജിന്നുകൾ നിലവിലുണ്ട്. ഒന്ന്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജിന്നു സലാസത്തു അസ്നാഫ്, അതിൽ ഒന്ന് സിൻഫുൻ ലഹും അജ്നിഹത്തുൻ യതീറൂന ഫിൽ ഹവാഇ, വായുവിലൂടെ ചിറകുകൊണ്ട് പറക്കുന്ന രൂപത്തിലുള്ള ജിന്നുകൾ, അതാണ് ഒരു ഇനം. രണ്ടാമത്തേതോ വസിൻഫു ഹയ്യാത്തിൻ വഅഖാരിബ്, പാമ്പുകളുടെ രൂപത്തിലുള്ള നിലത്ത് ഇഴയുന്ന രൂപത്തിലുള്ള ജിന്നുകൾ. വസിൻഫുൻ, മൂന്നാമത്തെ ഇനം യഹില്ലൂന വയൽഉനൂൻ ഐ യുഖീമൂന വയർതഹിലൂൻ, ഒരു ഭാഗത്ത് വരികയും എന്നിട്ട് താമസിക്കുകയും പിന്നീട് അവിടെ പോകുകയും ചെയ്യുന്ന, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ജിന്നുകൾ. ഇങ്ങനെ 3 വിഭാഗമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. എവിടെയാണ് ഇവരുടെ താമസം, എവിടെയൊക്കെയാണ് ഇവരുണ്ടാകുക, അതിൽ നിന്ന് മാറി നിൽക്കലാണ് നമ്മുടെ ആവശ്യം. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാതിരിക്കലാണ് നമ്മുടെ ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്ന ഹദീസുകളിലൂടെ കാണുവാൻ സാധിക്കും. ഒന്ന്, മരുഭൂമിയിൽ വിശാലമായി കിടക്കുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞ വിജനമായ പ്രദേശങ്ങൾ അത് ജിന്നുകളുടെ താമസ സ്ഥലമാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ആ ജിന്നുകൾക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ച സംഭവം ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കച്ചറകൾ കൂട്ടിയിടുന്ന സ്ഥലം, മാലിന്യങ്ങളും മ്ലേച്ഛതകളും കൂട്ടിയിടുന്ന സ്ഥലത്ത് ജിന്നുകളുടെ പ്രവേശനം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പിന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, ഇപ്പൊ മാംസം കഴിച്ചാൽ അതിന്റെ എല്ല്, ഇതൊക്കെ ജിന്നുകളുടെ ഭക്ഷണമാണ്. അതുകൊണ്ട് അത് കൊണ്ടുപോയി കൂട്ടിയിടുന്ന ഭാഗത്ത് അവർ കൂടുതലായി ഉണ്ടായിരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് മലമൂത്ര വിസർജന സ്ഥലങ്ങൾ. മലമൂത്ര വിസർജന സ്ഥലങ്ങളിൽ ഇവരുടെ വ്യവഹാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്ന ഹാദിഹിൽ ഹുശൂശ മുഹ്തദറത്തുൻ ഫൈദാ അതാ അഹദുകുമുൽ ഖലാഅ, ഇവര് ഹാജരാകുന്ന ചില സ്ഥലങ്ങളുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ബാത്റൂമിലേക്ക് മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഫൽയഖുൽ നിങ്ങൾ പറയണം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. പ്രാർത്ഥിച്ചിട്ടേ കയറാവൂ. ആ പ്രാർത്ഥന നിർവഹിക്കൽ അനിവാര്യമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ ശരണം തേടുന്നു, മിനൽ ഖുബ്സി വൽ ഖബായിസ്, ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞ് മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടാനുള്ള കാരണം അവിടെ അവരുടെ ചലനങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ ജിന്നുകളുടെ താമസ സ്ഥലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് ഒരു ഹദീസിൽ കാണാം മാളങ്ങൾ, വഴിയോരങ്ങളിലുള്ള മാളങ്ങളും ദ്വാരങ്ങളും. ഹദീസിൽ വരുന്നുണ്ട് അൻ ഖതാദ അൻ അബ്ദുല്ലാഹി ബിൻ സർജിസ് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യബൂലന്ന അഹദുകും ഫീ ജുഹരിൻ, നിങ്ങൾ ആരും മാളത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. ഖാലു ലി ഖതാദ, ഈ സംഭവം പറഞ്ഞപ്പോൾ കേട്ടു നിന്ന ആളുകൾ ഖതാദ റളിയല്ലാഹു ചോദിച്ചു വമാ യക്റഹുൽ ബൗൽ ഫിൽ ജുഹർ, ഇങ്ങനെ മാളത്തിൽ മൂത്രമൊഴിക്കൽ നിരോധിക്കുവാനുള്ള, അത് തെറ്റാണെന്ന് പറയുവാനുള്ള കാരണം എന്താണ്? ഖാല, അദ്ദേഹം പറയുന്നു യുഖാലു ഇന്നഹാ മസാകിനുൽ ജിന്ന്, അത് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞതായിരിക്കാം, ഇത് ജിന്നുകളുടെ താമസ സ്ഥലമായി പറയപ്പെടുന്നു. ഈ നിലക്ക് ഒരു ഹദീസിലും കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഒട്ടകങ്ങളെ കെട്ടിയിടുന്ന സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ലാ തുസല്ലു ഫീ മവാത്തുനിൽ ഇബൽ, ഒട്ടകങ്ങളെ ബന്ധിക്കുന്ന, ഒട്ടകങ്ങളെ കെട്ടിയിടുന്ന സ്ഥലത്ത് നമസ്കരിക്കുവാൻ പാടില്ല. കാരണം ഫഇന്നഹാ മഅവശയാതീൻ, അത് പിശാചുക്കളുടെ അഭയകേന്ദ്രമാണ്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അല്ലാഹുവിനെ അറിയൂ. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒട്ടകങ്ങളെ കെട്ടിയിടുന്ന ഭാഗത്തും നമസ്കരിക്കാൻ പാടില്ല എന്ന് ഹദീസിൽ പ്രത്യേകം കാണുവാൻ സാധിക്കും. അങ്ങനെ വരുന്ന ഒരു ഹദീസിന്റെ ഭാഗത്താണ് അത് പിശാചുക്കളുടെ അഭയകേന്ദ്രമാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മൾ ഭക്ഷിക്കുന്നത് പോലെ തന്നെ പിശാചുക്കൾക്കും ജിന്നുകൾക്കും ഭക്ഷണമുണ്ട്. അവരും ഭക്ഷിക്കുന്നു. അവരുടെ ജീവിത രീതികളെ സംബന്ധിച്ച് ഹദീസുകൾ കാണുവാൻ സാധിക്കും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ് അന്നഹു കാന യഹ്മിലു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാവതൻ ലിവളൂഇഹി വഹാജതിഹി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇന്റെ വെള്ളം കൊണ്ടും അതേപോലെ പ്രവാചകന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുവാനും വേണ്ടി പാത്രവുമായിട്ട് ഈ സ്വഹാബിയും പ്രവാചകന്റെ കൂടെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം ബൈനമാ ഹുവ യത്ബഉഹു ബിഹാ, വെള്ളം നിറച്ച പാത്രവുമായി പ്രവാചകന്റെ കൂടെ പോകുമ്പോൾ ഫഖാല, പ്രവാചകൻ ചോദിച്ചു മൻ ഹാദ, ആരാണ് എന്റെ പിന്നിൽ, ആരാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖാല അന അബൂ ഹുറൈറ, ഞാൻ അബൂ ഹുറൈറയാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു അബ്ഗിനി ഹജാറൻ, എനിക്ക് കുറച്ച് കല്ലുകൾ വേണം, അസ്തൻഫിദു ബിഹാ, മലമൂത്ര വിസർജനത്തിന് ശേഷം ശൗച്യം ചെയ്യാൻ എനിക്ക് കുറച്ച് കല്ലുകൾ വേണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു വലാ തഅ്തിനി ബിഅൽമിൻ വലാ ബിറൗസ, ചാണകവും എല്ലും കൊണ്ടുവരരുത്, ശുചീകരണത്തിന് ചാണകവും എല്ലും കൊണ്ടുവരരുത്. അങ്ങനെ ഞാൻ എന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് കുറച്ചു കല്ലുകൾ പ്രവാചകന് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ പ്രവാചകന് സമീപത്ത് വെച്ചു കൊടുത്ത് ഞാൻ തിരിഞ്ഞു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മലമൂത്ര വിസർജന ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രവാചകന്റെ കൂടെ തന്നെ ചെന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു മാ ബാലുൽ അൽമി വറൗസ, പ്രവാചകരെ നിങ്ങൾ പറഞ്ഞല്ലോ കല്ല് കൊണ്ടുവന്നോളൂ, ചാണകവും എല്ലാം കൊണ്ടുവരാൻ പാടില്ല എന്നും പറഞ്ഞല്ലോ, അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ മറുപടി ഹുമാ മിൻ തുആമിൽ ജിന്ന്, അത് രണ്ടും ജിന്നുകളുടെ ഭക്ഷണമാണ്. ഇങ്ങനെ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചാൽ അത് അങ്ങനെയാണ് എന്ന് നമ്മൾ അത് വിശ്വസിക്കുക. എങ്ങനെയാ എല്ല് തിന്നുക, എങ്ങനെയാ ചാണകം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിക്കുകയോ അതിനെ നിസ്സാരവൽക്കരിക്കുകയോ ആ ഹദീസ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളേണ്ട ആവശ്യമോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് പ്രവാചകൻ പറയുന്നു അന്നഹു അതാനി വഫദു ജിന്നി നസീബൈനി, നസീബൈൻ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ജിന്നുകൾ എൻ്റെ അടുക്കലേക്ക് വന്നു. ഫസഅലൂനി അസ്സാദ, എന്നിട്ട് അവരെന്നോട് ഭക്ഷണം ചോദിച്ചു, പാഥേയം ചോദിച്ചു. ഫദഅഉതുല്ലാഹ, അപ്പോൾ ഞാൻ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, ലഹും അവർക്ക് വേണ്ടി, അല്ലാ യമറു ബിഅൽമിൻ വലാ ബിറൗസത്തിൻ ഇല്ലാ വജദു അലൈഹാ തുആമ, ഈ ജിന്നുകൾ ഏത് എല്ലിന്റെ സമീപത്തുകൂടെ നടന്നു പോയാലും ഏത് ചാണകത്തിന് സമീപത്തുകൂടെ നടന്നു പോയാലും അവർക്കതിൽ ഭക്ഷണം ഉണ്ടാകണമേ എന്ന് ഞാൻ അല്ലാഹുവോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്.
ഈ നിലക്ക് അവരുടെ ഭക്ഷണം ഇന്നതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അക്കല അഹദുക്കും ഫൽയഅകുൽ ബിയമീനിഹി, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലതു കൈ കൊണ്ട് ഭക്ഷിക്കണം. വൈദാ ശരിബ ഫൽയശ്റബ് ബിയമീനിഹി, കുടിക്കുമ്പോഴോ വലതു കൈ കൊണ്ട് കുടിക്കുകയും വേണം. കാരണം ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, പിശാച് തിന്നുന്നതും കുടിക്കുന്നതും ഇടതു കൈ കൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ വലതു കൈയെ ഉപയോഗിക്കാവൂ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. ഇങ്ങനെ ഒട്ടനവധി ഹദീസുകളിലൂടെ അവർ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള ആ വിഷയവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം പിശാചിന് കൊമ്പുകളുണ്ട്. പിശാചിനെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകളിലുള്ള ഹദീസുകൾ കാണാം പിശാചിന് കൊമ്പുകളുണ്ട്. അതിൽ ഒന്ന് അൻ അംർ ഇബ്നു അൻബസ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന الشمس تطلع بين قرني الشيطان وتغرب بين قرني الشيطان, സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും പിശാചിന് രണ്ട് കൊമ്പുകൾക്കിടയിലൂടെയാണ്. അതുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ നമസ്കാരം നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ഇങ്ങനെ പിശാചിന്റെ ആ കൊമ്പിനെ സംബന്ധിച്ച് സൂര്യന്റെ ഉദയവും അസ്തമയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരിയും അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഇനി ജിന്നുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നിടത്ത് ഹദീസിൽ വരുന്ന മറ്റൊരു വിഷയമാണ് ജിന്നുകൾ രൂപം മാറി വരും എന്നുള്ളത്. ഇവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്തെങ്കിലും രൂപങ്ങൾ കാണുമ്പോൾ അതെല്ലാം ജിന്നാണെന്ന് പറയാൻ ഇന്ന് ലോകത്ത് ഒരാൾക്കും അവകാശമില്ല, അതിന് ഒരാൾക്കും അർഹതയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസുകൾ എന്താണോ വന്നിട്ടുള്ളത് അവിടെ നിൽക്കുക എന്നുള്ളതല്ലാതെ ഇന്ന് ഏതെങ്കിലും ഒരു രൂപം കാണുമ്പോൾ അത് ജിന്നു മാറിയതാണ് അല്ലെങ്കിൽ അത് ജിന്നാണ് എന്ന് പറയാൻ ഈ ലോകത്ത് ഒരാൾക്കും അവകാശമില്ല. ഒരു വിഷയത്തിലും പ്രമാണങ്ങൾക്കപ്പുറം അതിര് കവിഞ്ഞു പോകാൻ സഹോദരന്മാരെ നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു ഹദീസ്, സുദീർഘമായ ഹദീസിൽ കാണാം, വക്കലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ളി സകാത്തി റമളാൻ, റമളാൻ മാസത്തിലെ സകാത്തിന്റെ ധനം അത് സൂക്ഷിച്ചു വെക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ ഏൽപ്പിച്ചു. ഫജഅല യഹ്തു മിന തുആമി, അങ്ങനെ രാത്രിയായപ്പോ ഫഅതാനി ആതിൻ, ഒരാൾ അവിടെ വന്നു. ഫജഅല യഹ്തു മിന തുആമി, ആ സൂക്ഷിച്ചു വെച്ച ഭക്ഷണത്തിൽ നിന്ന് ചികയുന്നതായിട്ട് കണ്ടു. അത് ആ ഭക്ഷണം എടുത്തുകൊണ്ട് പോവുകയാണ്. ഫഅഖദതുഹു, ഞാൻ ഉടനെ അവനെ പിടിച്ചു. വഖുൽതു, എന്നിട്ട് പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലഅർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിന്നെ നാളെ പ്രവാചകന്റെ തിരുസന്നിധിയിലേക്ക് എത്തിക്കും. അപ്പോ ഈ മോഷ്ടിക്കാൻ വന്ന വ്യക്തി പറഞ്ഞു, ഇന്നി മുഹ്താജ്, ഞാൻ ഒരു ദരിദ്രനാണ്, എനിക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ടുവന്നതാണ്. അലയ്യ അയാലും, എനിക്ക് കുടുംബമുണ്ട്, വലിയ ഹാജത്തുൻ ശദീദ, എനിക്കാണെങ്കിൽ അങ്ങേയറ്റത്തെ ആവശ്യവുമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്തു, ഫഖല്ലൈതു അൻഹു, ആ വന്ന ആളെ അദ്ദേഹത്തിന്റെ പാട്ടിന് വിട്ടു. ഫസുബഹത്തു, നേരം പുലർന്നപ്പോൾ ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സദസ്സിലേക്ക് ചെന്നു. എന്നിട്ട് ചോദിക്കുന്നു പ്രവാചകൻ, യാ അബാ ഹുറൈറ മാ ഫഅല അസീറക്കൽ ബാരിഹ, ഇന്നലെ രാത്രി നീ ബന്ദിയാക്കിയ ആ വ്യക്തിയെ നീ എന്താ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, റസൂലെ, അദ്ദേഹത്തിന്റെ പ്രയാസം പറഞ്ഞു, ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, അപ്പൊ ഞാൻ അദ്ദേഹത്തെ വെറുതെ വിട്ടു. റഹിംതുഹു, ഞാൻ അവനോട് കരുണ കാണിച്ച് ഫഖല്ലൈതു സബീലൻ, അവന്റെ പാട്ടിന് വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹു കദബക, അവൻ പറഞ്ഞത് കളവാണ്. സയഊദു, അവൻ വീണ്ടും മടങ്ങും. ഫഅറഫ്തു അന്നഹു സയഊദ്, അബൂ ഹുറൈറ പറയുന്നു, പ്രവാചകനാണല്ലോ പറഞ്ഞത് മടങ്ങി വരുമെന്ന്, അപ്പൊ മടങ്ങി വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ അന്ന് രാത്രി വീണ്ടും വന്നു, ഇത് വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ പിടിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പാവമാണ്, വിശപ്പുൾ കൊണ്ടാണ്, കുടുംബമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. അങ്ങനെ അവനെ വിട്ടു. ഇത് 2-3 തവണ ആവർത്തിച്ചു എന്നാണ്. ഇങ്ങനെ 3-ാമത്തെ തവണ ആവർത്തിച്ചപ്പോൾ ആ ദിവസം 3-ാമത്തെ തവണ ആ മനുഷ്യൻ വന്ന് പറയുകയുണ്ടായി, ഖാല ദഅനി, നീ എന്നെ വിട്ടേക്ക്. അബൂ ഹുറൈറയോട് ആ വന്ന ആള് പറയാണ്, ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കലിമത്തുകൾ പഠിപ്പിച്ചു തരാം. യൻഫഉക അല്ലാഹു ബിഹാ, അല്ലാഹു നിനക്ക് അതിലൂടെ ഗുണം നൽകും എന്ന് ഈ വന്ന വ്യക്തി പറഞ്ഞു. ഫഖുൽതു, അബൂ ഹുറൈറ ചോദിച്ചു, അതെന്താ, ഏതാണ് കലിമത്തുകൾ? അപ്പോ ആ വന്ന വ്യക്തി പറയാ, ഖാല ഇദാ വൈത ഇലാ ഫിറാശിക, നീ നിന്റെ വിരിപ്പിലേക്ക് ചെന്നാൽ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഫഖറ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്ത് നീ പാരായണം ചെയ്യണം. ഹത്താ തഖ്തുമൽ ആയ, അങ്ങനെ ആയത്ത് അവസാനിക്കുവോളം. ഫഇന്നഹു ലാ യസാലു അലൈക മിനല്ലാഹി ഹാഫിളുൻ, അങ്ങനെ നീ ചെയ്താൽ
അള്ളാഹുവിൽ നിന്നുള്ള ഒരു സംരക്ഷണം നിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിശാച് നിന്റെ അടുക്കലേക്ക് വരികയില്ല. ഹത്താ തുസ്ബിഹ, നേരം പുലരുവോളം പിശാചിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഫഖല്ലൈതു സബീലഹു, അബൂ ഹുറൈറ മനുഷ്യനെ വെറുതെ വിട്ടു. നേരം പുലർന്ന് പ്രവാചകൻ അടുക്കലേക്ക് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചപ്പോ പ്രവാചകൻ പറയണ്ടായി, അമാ, എന്നാൽ കേട്ടോളൂ, ഇന്നഹു ഖദ് സ്വദഖക, അവൻ നിന്നോട് പറഞ്ഞത് സത്യമാണ്. ഏത്? ആയത്തുൽ കുർസിക്ക് അടക്കം ബോധനം, അത് ശരിയാണ്, സത്യമാണ്. പക്ഷേ വഹുവ കദൂബ്, അവനാള് കളവ, അവനാള് വ്യാജനാണ്, അവൻ നുണയനാണ്. തഅലം, നിനക്കറിയാമോ, മൻ ഖാതബ മുൻദു തലാസിൻ യാ അബാ ഹുറൈറ, 3 ദിവസം നിന്നോട് സംസാരിച്ച ആ വ്യക്തി ആരാണെന്നറിയാമോ? ഖാല, അദ്ദേഹം പറഞ്ഞില്ല, എനിക്കറിയില്ല. ഖാല ദാക ശൈത്വാൻ, അത് പിശാചായിരുന്നു. 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയന് പോലും പിശാച് രൂപം മാറി വന്നപ്പോൾ ഇത് ജിന്നാണെന്നോ ശൈത്താനാണെന്നോ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിട്ടില്ല എങ്കിൽ ഇന്നൊരാളും പറയണ്ട എന്ത്, അത് ശൈത്താനാണ്, അത് ഇന്ന ആള് ജിന്നാണ് എന്ന് നമ്മൾ ആരും പറയാൻ നമുക്ക് അവകാശമില്ല. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായി പഠിച്ചു വെക്കുക. രണ്ടാമത്തേതും അവർ രൂപം മാറും എന്നുള്ള വിഷയം കൂടി ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ സഹോദരങ്ങളെ, സുദീർഘമായ മറ്റൊരു ഹദീസിൽ കൂടി ഒരു വിഷയം കാണുവാൻ സാധിക്കും. അതുകൂടി പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായ ഒരു സംഭവം വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടായിരിക്കാം, എങ്കിലും സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അഹ്സാബ് യുദ്ധവുമായി, ഖൈബർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഒരു അവസരത്തിലെ ഒരു വിഷയമാണ് പ്രവാചകനെ പഠിപ്പിക്കുന്നത്. ഇബ്നു അബി സായിബ് എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം പറയുന്നു, ദഖൽതു അലാ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ഞാൻ ഒരു ദിവസം അബൂ സഈദ് അൽ ഖുദ്രി എന്ന സ്വഹാബിയുടെ അടുക്കലേക്ക് ചെന്നു. ഫവജത്തുഹു യുസല്ലി, അദ്ദേഹം നമസ്കരിക്കുകയായിരുന്നു. ഫജലസ്തു അൻതളിറുഹു, അദ്ദേഹത്തിന് നമസ്കാരം തീരുവോളം ഞാൻ കാത്തിരുന്നു. ഹത്താ ഖലാ സ്വലാത്തുഹു, നമസ്കാരം അവസാനിച്ചപ്പോൾ ഫസമിഅതു തഹരീകം തഹ്ത സരീരിൻ ഫീ ബൈതിഹി, അദ്ദേഹത്തിന്റെ വീട്ടില് കട്ടിലിന്റെ അടിയിൽ ഒരു ചലനം എനിക്ക് അനുഭവപ്പെട്ടു. ഫൈദാ ഹിയ ഹയ്യത്തുൻ, ഫൈദാ ഹയ്യത്തുൻ, അപ്പോൾ അതൊരു പാമ്പായിരുന്നു. ഫഖുൽതു ലിഅഖ്തുലഹാ, ഞാൻ അതിനെ കൊല്ലാൻ വേണ്ടി ചെന്നു. ഫഅശാറ അബൂ സഈദ്, അപ്പോൾ അബൂ സഈദ് എന്നോട് ഇരിക്കാൻ പറഞ്ഞു, കൊല്ലാൻ വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഒരു വീട്ടിലേക്ക് അപ്പുറത്തുള്ള റൂമിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ആ റൂം നിനക്കറിയാമോ, അവിടെ ഉണ്ടായ ചില കാര്യങ്ങൾ നിനക്കറിയാമോ എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ കല്യാണം കഴിഞ്ഞ, ഈ അടുത്ത് കല്യാണം കഴിഞ്ഞൊരു സ്വഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, റസൂലെ, എന്റെ കല്യാണം പഠിത്തം കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഭാര്യയുമായി കൂടാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ തിരിച്ചു പറഞ്ഞയക്കുകയാണ്. അനുവാദം ചോദിച്ചപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ അനുവാദം കൊടുക്കുകയാണ്. പോകുമ്പോൾ റസൂൽ പറഞ്ഞു, എന്ത്, ഖുദ് അലൈക സിലാഹക, നീ നിന്റെ കൂടെ നിന്റെ ആയുധം കയ്യിൽ കരുതണം. കാരണം ഫഇന്നി അഖ്ശാ അലൈക ബനീ ഖുറൈള, ബനൂ ഖുറൈള ഗോത്രം നിന്നെ എങ്ങാനും തിരിച്ചു പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ചുകൊണ്ട് ആക്രമിക്കുമോ എന്ന ഭയം എനിക്കുണ്ട്, അതുകൊണ്ട് ആയുധം കയ്യിൽ കരുതുക. അങ്ങനെ സ്വഹാബി എന്ത് ചെയ്തു? പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് കൊണ്ട് ആ ആയുധം കയ്യിൽ പിടിച്ച് തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. വീട്ടിലേക്ക് എത്താറായപ്പോൾ അദ്ദേഹം കാണുന്നത് തന്റെ വീടിന്റെ ഉമ്മറപ്പടിക്കൽ ഭാര്യ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കോപം വന്നു. കാരണം പുതുമണവാട്ടിയാണ്, അങ്ങനെ പുറത്തിറങ്ങി നടക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് അനുവാദമില്ലാതെ വീട്ടിന് പുറത്തേക്ക് വന്നു എന്നുള്ള നിലക്ക് അദ്ദേഹം ദേഷ്യത്തോടു കൂടി മുന്നോട്ട് കുതിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, ലാ തഅജ്ജൽ, നിങ്ങൾ ധൃതി കാണിക്കല്ലേ, ധൃതി കാണിക്കരുത്. ഹത്താ തദ്ഖുല വതൻദുറ മാ ഫീ ബൈതിക, നിങ്ങൾ വീട്ടിലേക്കൊന്ന് കയറണം, എന്നിട്ട് അവിടെ ഉള്ളത് നിങ്ങളൊന്ന് അറിയണം, അതൊന്ന് കാണണം. അങ്ങനെ ചെന്നപ്പോൾ ഫൈദാ ഹിയ ബിഹയ്യത്തിൻ, അവിടെ ഒരു പാമ്പ്, ഒരു സർപ്പം, അത് മുൻതവിയത്തുൻ അലാ ഫിറാശിഹി, അദ്ദേഹത്തിന്റെ വിരിപ്പിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാണ്. ഇദ്ദേഹത്തിന് കിടക്കാനുള്ള വിരിപ്പിലാണ് ആ സർപ്പം ചുരുണ്ട് കിടക്കുന്നത്. ഫറകസ ഫീഹാ റുംഹഹു, അദ്ദേഹം തന്റെ കയ്യിലുള്ള ആ കുന്തം കൊണ്ട് അതിൽ ആഴ്ത്തുകയുണ്ടായി ആ സർപ്പത്തിൽ. തുമ്മ ഖറജ ഫനസബഹു ഫിദ്ദാർ, എന്നാൽ അദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് പോന്നു. ആ പിന്നെ അമ്പിന്റെ അല്ലെങ്കിൽ ആ കുന്തത്തിന്റെ തലയിൽ പിന്നെ സർപ്പം കടന്ന് പിടയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹദീസിൽ കാണാം, ഫമാ യദ്രി അയ്യുഹുമാ കാന അസ്റഅ മൗതൻ, ഈ പാമ്പിന്റെ ജീവമാണോ ആദ്യം പോയത് അതോ ഈ സ്വഹാബിയാണോ ആദ്യം മരിച്ചത് എന്ന് ഞങ്ങൾക്കറിയില്ല. രണ്ടുപേരും മരിച്ചു എന്നർത്ഥം. ഈ സംഭവം ഇദ്ദേഹം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ പോയിട്ട് വിവരം പറഞ്ഞു, റസൂൽ എങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബിൽ മദീനത്തി ജിന്നൻ, മദീനയിൽ ചില ജിന്നുകളുണ്ട്.
ഫഖദ് അസ്ലമു, അവർ മുസ്ലിമായിരിക്കുന്നു. ഫൈദാ റഅയ്തഹും മിൻഹും ഷൈഅൻ, അങ്ങനെ നിങ്ങൾ വീടുകളിൽ ഇത്തരത്തിലുള്ള സർപ്പങ്ങളെ കണ്ടാൽ ഫആദിനുഹു സലാസത അയ്യാം, 3 ദിവസം നിങ്ങൾ അനുവാദം കൊടുക്കണം, പോകാൻ പറയണമെന്ന. മറ്റൊരു ഹദീസിൽ 3 തവണ എന്നും കാണുവാൻ സാധിക്കും. ഇത് സഹോദരങ്ങളെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിൽ വന്നിട്ടുള്ള പരാമർശം വെച്ചിട്ട് ഇന്ന് നമ്മൾ എവിടെയെങ്കിലും ഒരു പാമ്പിനെ കണ്ട പോ പാമ്പേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആട്ടാൻ യാതൊരു കൽപ്പനയും റസൂൽ നൽകിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ പാമ്പുകളെ കണ്ടാൽ ആട്ടാൻ നമുക്ക് തല്ലിക്കൊല്ലുകയും ചെയ്യാം. കാരണം കൊല്ലാൻ വേണ്ടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടിട്ടുള്ള ജീവികളിൽ ഒന്നാണ് ഏത്? സർപ്പം എന്ന് പറയുന്നത്. പക്ഷെ ഈ വചനം വെച്ചുകൊണ്ട് പലപ്പോഴും പോ പാമ്പേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ ആ വാക്കിനെ പരിഹസിക്കുന്ന പ്രവണത എന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞ വിഷയം എന്താ? മദീനയിൽ ചില ജിന്നുകൾ മുസ്ലിമായിട്ടുണ്ട്. അപ്പൊ മദീനയുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞതാണ്, അവിടുത്തെ ഒരു കാര്യം പറഞ്ഞതാണ്. അതിലൂടെ പഠിക്കേണ്ട വിഷയം എന്താണ്? അവർക്ക് രൂപം മാറുവാനുള്ള കഴിവുണ്ട്. അത് അള്ളാഹു അവരുടെ പ്രകൃതിയിൽ വെച്ചിട്ടുള്ള ഒരു വിഷയമാണ്, അത്രയേ ഉള്ളൂ. അതല്ലാതെ കാണുന്നിടത്തൊക്കെ ഉള്ളതെല്ലാം ജിന്നാണ്, വീട്ടിൽ പാമ്പിനെ കണ്ടാലും കൊല്ലേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസ രൂപത്തിൽ ഇത്തരം ഹദീസുകളെ മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇതിൽ നിന്ന് പഠിക്കേണ്ടത് ജിന്നുകൾ രൂപം മാറും എന്നുള്ള ആ വിഷയം തന്നെയാണ്. അതേപോലെ തന്നെ വളരെ വ്യക്തമായ ഒരു സംഭവം അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ബദർ യുദ്ധത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നൊരു വിഷയമാണ്. അവിടെ പിന്നെ നമുക്ക് തർക്കത്തിന് വിഷയം വരുന്നില്ല. ഞാൻ ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം, വൈദ സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, പിശാച് ബദറിലേക്ക് ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്ന എല്ലാ തോന്നിയവാസങ്ങളെയും അവർക്ക് ആ പിശാച് എന്ത് ചെയ്തു? അലങ്കാരമാക്കി കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, ഇന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ആരും തന്നെയില്ല, ഇന്ന് നിങ്ങളാണ് വിജയികൾ. ബദറിൽ പങ്കെടുത്ത മുശ്രിക്കുകളുടെ കൂടെ ഇബ്ലീസ് നടക്കുക. എന്നിട്ട് പറയാം, നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല. വഇന്നീ ജാറുൻ ലക്കും, ഞാൻ നിങ്ങളെ സഹായിയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ ഖുബൈഹി, അങ്ങനെ 2 സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ, 2 സൈന്യവും മുസ്ലിങ്ങളും ഏറ്റുമുട്ടിയപ്പോൾ ഇബ്ലീസ് പതുക്കെ പിന്നോട്ട് മാറി. എന്നിട്ട് പറഞ്ഞു, വഖാല ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാ, ഞാനും നിങ്ങളും യാതൊരു ബന്ധവുമില്ല. ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നു. കാരണം ബദർ രണാങ്കണത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ടുണ്ട്, മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ രംഗം അത് കാണാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല, പക്ഷെ ഇബ്ലീസ് അത് കാണുന്നു. അങ്ങനെ കണ്ടപ്പോൾ പറയുകയാണെന്ത്? ഇന്നി അറാ മാ ലാ തറൗൻ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കാണുന്നു. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാ. ഇതാര് പറഞ്ഞതാ? ശൈത്താൻ പറഞ്ഞ വാക്കാ. എനിക്ക് ചിലപ്പോൾ ശൈത്താൻ അങ്ങനെയും പറയും. അതുകൊണ്ടാണ് നേരത്തെ ആ ആയത്തുൽ കുർസിന്റെ വിഷയം നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയുണ്ട്. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായും ശിക്ഷിക്കുന്നവനാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം തന്റെ തഫ്സീറിൽ പറയുന്നു, അതും ശ്രദ്ധിക്കുക. ജാ ഇബ്ലീസ് യൗമ ബദർ, ബദറിന്റെ ദിവസം ഇബ്ലീസ് വന്നു. സാധാരണ നമ്മൾ പറയണ്ടല്ലോ, ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ പോലെ എല്ലാവരും കൂടെ ഉണ്ടാവും, പ്രയാസം വന്നാൽ ഓരോന്റെ പണി നോക്കുകയും ചെയ്യും. ഇതിനാണ് ബദറിൽ ഇബ്ലീസ് ഇറങ്ങിയ പോലെ എന്ന് പറയാറുള്ളത്. ജാ ഇബ്ലീസ് യൗമ ബദർ ഫീ ജുൻദിൻ മിനശ് ശയാത്തീൻ, പിശാചുക്കളുടെ കൂട്ടവുമായി കൊണ്ട് ഇബ്ലീസ് വന്നു. ഫീ സൂറത്തി റജുലിൻ മിൻ ബനി മുദ്ലജിൻ വശൈത്വാനു ഫീ സൂറത്തി സുറാഖത്ത് ഇബ്നു മാലിക് ഇബ്നു ജഅസം. സുറാഖത്ത് ഇബ്നു മാലിക് എന്ന് പറയുന്ന മുദ്ലജ് ഗോത്രത്തിന്റെ നേതാവായ ആ വ്യക്തിയുടെ രൂപത്തിലാണ് പിശാച് വരുന്നത്. കാരണം ആ സുറാഖ പറഞ്ഞാൽ ഇവരെല്ലാം അംഗീകരിക്കും, അതുകൊണ്ട് ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു എന്ത്? ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ്, ഇന്ന് ജനങ്ങളിൽ നിന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരും തന്നെ ഇല്ല. വഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങൾക്കുള്ള പിന്നെ അഭയം നൽകുന്നവനാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഫലമ്മസ്തഫന്നാസു, അങ്ങനെ ജനങ്ങൾ സൊഫ് കെട്ടി യുദ്ധത്തിന് വേണ്ടി. അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ലതൻ മിനത് തുറാബ്, പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരി. ഫറമാ ബിഹാ ഫീ വജൂഹിൽ മുശ്രിക്കീൻ, അതുകൊണ്ട് മുശ്രിക്കുകളുടെ നേർക്ക് പ്രവാചകൻ എറിഞ്ഞപ്പോൾ ഫവല്ലൗ മുദ്ബിരീൻ, അവരെല്ലാം പിന്തിരിഞ്ഞോടി. ഈ സന്ദർഭത്തിൽ വാഖബല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇലാ ഇബ്ലീസ്, ഈ സന്ദർഭത്തിലാണ് ജിബ്രീൽ വരുന്നത്. ഇബ്ലീസിന്റെ നേർക്കുള്ള ആ വരവ് കണ്ടു. ഫലമ്മാ റആഹു, ഖുർആൻ പറഞ്ഞല്ലോ, ഇബ്ലീസ് കണ്ട രംഗം കണ്ടപ്പോൾ വകാനത്ത് ഫീ യദിഹി സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ രൂപത്തിൽ വന്ന ആ പിശാചി ഇബ്ലീസ് മറ്റൊരു ഈ മുശ്രിക്കുകളിൽ ഒരാളുടെ കൈ പിടിച്ചിട്ടാണ് നടക്കുന്നത്. ബദറിന്റെ ആ രണാങ്കണത്തിൽ കൈ പിടിച്ചിട്ടുണ്ട്. ആ പിടുത്തം പതുക്കെ അങ്ങോട്ട് വിട്ടു.
വിട്ടിട്ട് അവനെന്ത് ചെയ്തു? ആ പിടിച്ച കൈ വിട്ടിട്ട് ഒഴിവാക്കി പതുക്കെ പിന്നോട്ടം തിരിഞ്ഞ് അവിടുന്ന് ഓടിപ്പോയി പിശാചും അനുയായികളും. ഫഖാല റജുൽ, അപ്പോ ആ മുശ്രിക്കായ ആള് ചോദിച്ചു, യാ സുറാഖ, അല്ലയോ സുറാഖ, അതസഅമു അന്നക ലനാ ജാർ, നീയല്ലേ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്, നീയല്ലേ സഹായിക്കാമെന്ന് പറഞ്ഞത്? ഫഖാൽ, അപ്പൊ ഇബ്ലീസ് പറയാ, ഇന്നി അറാ മാ ലാ തറഊൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇത് ഖുർആന്റെ പരാമർശങ്ങളാ. നിങ്ങൾ കാണാത്തത് മലക്കിതാ വരുന്നു, മലക്കുകൾ ഇറങ്ങുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. അതോടുകൂടി തന്നെ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. ഈ ആയത്ത് ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചുകൊണ്ട് ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ശൈത്താൻ എങ്ങനെ എനിക്ക് അല്ലാഹുവിനെ പേടിയാന്ന് പറയാം? അത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നും അല്ല. പിശാചിന് അറിയാം അല്ലാഹ് ഉണ്ട് എന്ന്. അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ച് പിശാചിന് നന്നായിട്ട് അറിയാം. പക്ഷേ അവൻ മനുഷ്യ കുലത്തോടുള്ള ശത്രുതയുടെ ഭാഗമായി കൊണ്ട് അവരെ വഴിപിഴപ്പിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് മാത്രം പരലോകത്ത് നടക്കുന്ന ഒരു രംഗം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പിശാചുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സൂറത്ത് ഇബ്രാഹിമിലെ 22-ാമത്തെ വചനം, വഖാല ശൈത്വാനു ലമ്മാ ഖുദിയൽ അംർ, നാളെ പരലോകത്ത് എല്ലാ തീരുമാനങ്ങളും കഴിഞ്ഞാൽ ശൈത്താൻ പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അല്ലയോ മനുഷ്യരെ, അല്ലാഹു നിങ്ങളോട് സത്യമായ വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. നമസ്കരിച്ചോളൂ, നോമ്പെടുത്തോളൂ, സകാത്ത് കൊടുത്തോളൂ, സത്യം പറഞ്ഞോളൂ, അങ്ങനെ എല്ലാം നല്ലതും നിങ്ങളോട് കൽപ്പിച്ചിരുന്നു. വവഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാനും ചില വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകി, പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. എന്നിട്ട് ആ പിശാചി പരലോകത്ത് വെച്ച് പറയുകയാണ്, വമാ കാന ലീ അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് ഈ ഭൗതിക ലോകത്തും നിങ്ങളിൽ യാതൊരു ആധിപത്യം ഉണ്ടായിരുന്നില്ല, എനിക്കൊരു സുൽത്താനിയത്വം ഉണ്ടായിരുന്നില്ല. ഇല്ല അൻ ദഅഉതുക്കും, പക്ഷെ ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്ന് മാത്രം. എന്റെ വഴിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു. ഫസ്തജബ്തും ലി, നിങ്ങൾ എന്റെ വിളിക്ക് ഉത്തരം നൽകി. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വന്നു. അല്ലാഹ് നിങ്ങളെ വിളിച്ചു, പക്ഷെ നിങ്ങൾ പോയില്ല, നിങ്ങൾ എന്റെ വിളിക്ക് ഉത്തരം നൽകി. ഫലാ തലൂമൂനി, അതുകൊണ്ട് ഇന്നാരും എന്നെ ആക്ഷേപിക്കണ്ട, എന്നെ കുറ്റം പറയാൻ ആരും വരേണ്ട. വലൂമു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചു കൊള്ളുക. മാ അന ബിമുസ്രിഖികും, എനിക്ക് നിങ്ങളെ രക്ഷിക്കുവാൻ സാധ്യമല്ല. വമാ അൻതും ബിമുസ്രിഖിയ, നിങ്ങൾക്ക് എന്നെയും രക്ഷിക്കുവാൻ സാധ്യമല്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി, ഏതെല്ലാം കാര്യങ്ങളിൽ ഭൗതിക ലോകത്ത് വെച്ചുകൊണ്ടും നിങ്ങൾ എന്നെ പങ്കു ചേർത്തിരുന്നുവോ ആ കാര്യമെല്ലാം ഞാനിതാ നിഷേധിക്കുന്നു. ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, അക്രമികൾക്ക് കഠിനമായ വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇത് പിശാചിന്റെ വർത്താന പരലോകത്ത് വെച്ചുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട്. അത് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനി സഹോദരങ്ങളെ, ജിന്നുകളിൽ ആണും പെണ്ണും ഉണ്ട്. അവരുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് മൊത്തത്തിൽ അവരുടെ പ്രകൃതിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ അവന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. ജിന്നുകളിൽ ആണും പെണ്ണുമുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു. നേരത്തെ സൂചിപ്പിച്ച ഹദീസ്, നിങ്ങൾ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് അറിയാൽ എന്ത് പറയണം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഖുബുസ് എന്ന് പറഞ്ഞാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അൽ ഖുബുസു ബിളമ്മിൽ ബാഇ, ഖുബുസ് എന്നാണ് പറയാ. ഖുബുസ്, ഖുബ് എന്നല്ല, ഖുബു എന്ന് പറയണം. ഖുബുസി എന്നാണ്. അത് ജംഉൽ ഖബീസ്, ഖബീസ് എന്നതിന്റെ ബഹുവചനമാകുന്നു അത്. വൽ ഖബായിസ് എന്ന് പറയുന്നതോ ജംഉൽ ഖബീസത്തി, ഖബീസത്തിന്റെ ബഹുവചനമാണ് ഖബായിസ്, ഖബീസിന്റെ ബഹുവചനമാണ് ഖുബുസ്. യുരീദു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുകൂറു ശയാത്തീനി വഇനാതിഹിം, പിശാചുക്കളിലെ ആണും പെണ്ണുമാണ്. ഇപ്പൊ ചിലർ അർത്ഥം പറയാറുണ്ട്, ആൺകൊതുക് പെൺകൊതുക്, അത് അവനവന് തോന്നുന്ന അർത്ഥങ്ങളാ. അങ്ങനെ ഉദ്ദേശമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പഠിപ്പിക്കുന്നതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ആൺപിശാചുക്കളും പെൺപിശാചുക്കളും അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ മനുഷ്യരായ നമ്മൾ മുഖല്ലഫുകളാണ്. മുഖല്ലഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുവാനും അള്ളാഹുവിന്റെ ശാസനകൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും അള്ളാഹ് എടുക്കരുത് എന്ന് പറഞ്ഞത് ഒഴിവാക്കാനും അങ്ങനെ റബ്ബിന്റെ കൃത്യമായ നിയമങ്ങൾ അംഗീകരിച്ച് അനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കുവാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ആ നിലക്ക് ജിന്നുകളും അങ്ങനെ തന്നെയാണ്. അവരെ വെറുതെ അല്ലാഹ് പടച്ചതല്ല, അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും ഇൻസിനെയും എല്ലാം അല്ലാഹ് പടച്ചത് അള്ളാഹിനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ജിന്ന് വർഗവും അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുവാൻ ബാധ്യസ്ഥരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ മഅശറൽ ജിൻ, സൂറത്തു അൻആമിലെ 130-ാമത്തെ വചനം. പരലോകത്ത് ഒരു ചോദ്യം, യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, അല്ലയോ ജിന്ന് വർഗമേ,
അല്ലയോ മനുഷ്യവർഗമേ, അലം യഅതികും റുസുലും മിൻകും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ വന്നില്ലേ, യഖുസ്സൂന അലൈക്കും ആയാതി, എന്റെ ആയത്ത് വിശദീകരിച്ചു തരാൻ, വയുൻദിറൂനകും ലിഖാ യൗമികും ഹാദാ, ഇങ്ങനൊരു ദിവസമുണ്ട്, അതിന് അഭിമുഖീകരിക്കേണ്ടി വരും, അവിടെ വിചാരണയുണ്ട്, നരകശിക്ഷയുണ്ട്, സ്വർഗപ്രവേശനമുണ്ട് എന്ന് പഠിപ്പിക്കാൻ താക്കീതുകാർ വന്നില്ല എന്നുള്ള ചോദ്യം മനുഷ്യരോട് മാത്രമല്ല, മറിച്ച് ജിന്നുകളോട് കൂടിയുണ്ട്. അതിനർത്ഥം എന്താ? അവരും മുഖല്ലഫുകളാണ്, നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ അവരും ബാധ്യസ്ഥരാണ് എന്നർത്ഥം. അതേപോലെ തന്നെ ഈ സൂറത്തുൽ ജിന്നില് അവരെ സംബന്ധിച്ച് അല്ലാഹ് പറയുന്നുണ്ട്, വഅന്നാ മിന്നസ് സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക കുന്നാ തറായിക ഖിദദാ, ഞങ്ങളിൽ നല്ലവരുണ്ട്, വഅന്നാ മിന്നസ് സ്വാലിഹൂന, ഞങ്ങളിൽ സൽക്കർമ്മികളായ സ്വാലിഹീങ്ങളുണ്ട്, വമിന്നാ ദൂന ദാലിക, സ്വാലിഹുകളല്ലാത്ത ചീത്തയാളുകളുമുണ്ട്, കുന്നാ തറായിക ഖിദദാ, ഞങ്ങൾ പല വിഭാഗങ്ങളായിട്ടുണ്ട്, പല പാർട്ടികൾ ജിന്നുകളുണ്ട് എന്നാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഐ മിന്നൽ മുഅ്മിനു വ മിന്നൽ കാഫിർ, ഞങ്ങൾ മുഅ്മിനുകളുമുണ്ട് കാഫിറുകളുമുണ്ട്. എപ്പോഴാണ് മുഅ്മിനാകുക? അള്ളാഹുവിൽ വിശ്വസിച്ച് ആ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ അവൻ മുഅ്മിനായി, നിഷേധിച്ചാലോ കാഫിറായി. അപ്പൊ മനുഷ്യരെ പോലെ തന്നെ അവരിലും ആരുണ്ട്? മുഅ്മിനുകളുമുണ്ട് കാഫിറുകളുമുണ്ട്. അവരെല്ലാം ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുവാനും ബാധ്യസ്ഥരാണ്. ഇമാം സുബ്കി അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഇന്നഹും യജിബു അലൈഹിമുസ് സ്വലാത്ത് വസ്സകാത്ത്, അവർക്ക് സ്വലാത്ത് നിർബന്ധമാണ്, സകാത്തും നിർബന്ധമാണ്. ഇൻ മലകൂ നിസാബൻ ബിശർത്തിഹി, നിസാബ് എത്തിക്കഴിഞ്ഞാൽ അവർക്കും സകാത്ത് നിർബന്ധമുണ്ട്. വൽ ഹജ്ജു, ഹജ്ജും നിർബന്ധമുണ്ട്. വസൗമു റമദാൻ വഗൈറുഹാ മിനൽ വാജിബാത്ത്, ഇതെല്ലാം ഈ നിലക്കുള്ള എല്ലാ വാജിബുകളും അവർക്കും നിർബന്ധമാണ്. വയഹ്റുമു അലൈഹിം കുല്ലു ഹറാമിൻ ഫി ശരീഅ, ശരീഅത്തിൽ എന്തെല്ലാം ഹറാമുകളുണ്ടോ അതെല്ലാം അവർക്കും ബാധകമാണ് എന്ന് ഇമാം സുബ്കി വിശദീകരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പിശാചുക്കൾ കൂടുതലായി വ്യാപിക്കുന്ന സമയം, ഏറ്റവും കൂടുതലായി പിശാചുക്കൾ വ്യവഹരിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ആ സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതിൽ നമ്മൾ സൂക്ഷിക്കുകയും ഭയപ്പെടുകയും വേണം. അതിൽ പെടാതിരിക്കാൻ പ്രവാചകൻ നൽകിയ നിർദ്ദേശങ്ങൾ എന്തുണ്ടോ അത് അംഗീകരിക്കുകയും വേണം. പലപ്പോഴായി കേൾക്കാറുണ്ട്, ഇതെല്ലാം പൊട്ടത്തരങ്ങളാണ്, അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറയുന്ന മൈക്ക് കെട്ടിക്കൊണ്ട് പ്രസംഗിക്കുന്ന പ്രവണത നാട്ടിൽ കാണാറുണ്ട്. അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വാക്കിനെയും സഹോദരങ്ങളെയും അത് അന്ധവിശ്വാസമാണെന്ന് പറയരുത്, അത് പൊട്ടത്തരമാണെന്ന് പറയരുത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുൻ യൂഹാ, വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നത്. ആദ്യമായിട്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നു, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ജുനുഹൽ ലൈലി ഔ അംസൈതും, രാത്രിയുടെ ഭാഗമായി തുടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായാൽ ഫകുഫു സുബിയാനക്കും, നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം. കുട്ടികളെ നിങ്ങൾ രാത്രി ആയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും മക്കളെ പുറത്തേക്ക് വിടരുത് എന്നാണ്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് അന്ധവിശ്വാസമല്ലേ എന്ന് ഇപ്പോഴും ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ ഇത് പ്രവാചകന്റെ വാക്കാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ പഠിപ്പിക്കുന്നു, കുഫു സുബിയാനക്കും, നിങ്ങൾ വൈകുന്നേരമായാൽ മക്കളെങ്ങനെ പുറത്ത് അലഞ്ഞു നടക്കാൻ സമ്മതിക്കരുത്, പിടിച്ചു വെക്കണം. കാരണം ആ സന്ദർഭത്തിലാണ് പിശാചുക്കൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, വ്യവഹരിക്കുന്നത്. അതുകൊണ്ട് മക്കളെ പല നിലക്കും ശല്യപ്പെടുത്താനും അല്ലെങ്കിൽ അവരെ വഴിപിഴപ്പിക്കുവാനും അത് കാരണമായി തീരും. എന്നിട്ട് പറയുന്നു, ഫൈദാ ദഹബ സഅത്തുൻ മിനൽ ലൈലി, രാത്രിയുടെ ഏതാണ്ട് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഫഹല്ലുഹ, പിന്നെ നിങ്ങൾ വിട്ടേക്കുക എന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നു. അതേപോലെ വൈകുന്നേരമായി കഴിഞ്ഞാൽ വഅഗ്ലിഖുൽ അബ്വാബ്, വാതിലുകൾ നിങ്ങൾ അടച്ചു വെക്കണം. വീടിന്റെ വാതിൽ പറ്റങ്ങ് തുറന്നിടാൻ പാടില്ല രാത്രി ആയി കഴിഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ടുന്ന ഇസ്ലാമികപരമായിട്ടുള്ള മര്യാദകളാണ്. നിങ്ങൾ വാതിലുകൾ അടച്ചു വെക്കണം. അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കണം, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വാതിലടക്കേണ്ടത്. അതാണ് നമ്മുടെ കാവല്, അള്ളാഹുവിന്റെ നാമം. കാരണം എന്താ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം. ആ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അവിടെ അള്ളാഹുവിന്റെ കാവലുണ്ടാകും. പിന്നെ ആകാശത്തോ ഭൂമിയിലോ നമ്മെ ശല്യം ചെയ്യാൻ, നമ്മെ പ്രയാസപ്പെടുത്താൻ, നമ്മെ വെടിപടപ്പിക്കുവാൻ ഒന്നും തന്നെയില്ല. ആ ഒരു ഈമാനും വേണം, ആ ഒരു തവക്കുലും വേണം. അല്ലാതെ ഒരു ബിസ്മില്ല പറയുമ്പോഴേക്കും ചെയ്ത്താൻ വരാതിരിക്കുക എന്ന അളകുളമ്പൻ നയം നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. ബിസ്മി ചൊല്ലിക്കൊണ്ടും നിങ്ങൾ വാതിലടക്കൂ. കാരണം അടച്ചിടപ്പെട്ട വാതിൽ ശൈത്താൻ തുറക്കുകയില്ല.
നിങ്ങളുടെ വലിയ വലിയ ഖിറബ് എന്ന് പറഞ്ഞാൽ നമ്മനെ ഭരണി പോലുള്ള വലിയ പാത്രങ്ങളൊക്കെ നിങ്ങൾ മൂടി വെക്കണം. അള്ളാഹിന്റെ നാമം ഉച്ചരിക്കണം, ബിസ്മില്ല പറയണം. അപ്പൊ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഒരു പാത്രം തുറന്നിടരുത്, അതെല്ലാം അടച്ചു വെക്കണം, മൂടി വെക്കണം. നിങ്ങൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസുകളും ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളും അതും മൂടി വെക്കണം. അവിടെയും ബിസ്മി ചൊല്ലണം. ഇനി ഒന്നും മൂടി വെക്കാൻ കിട്ടിയില്ലെങ്കിൽ ഒരു കൊള്ളിക്കഷ്ണം മുകളിൽ വെക്കണം എന്നാ. വിളക്കുകൾ നിങ്ങൾ അണച്ചു വെക്കണം. വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് ഉറങ്ങാൻ പാടില്ല. ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ അറിയാത്ത കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ ഈ വിഷയം ഒന്നുകൂടി കാണാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഗത്തുൽ ഇനാഅ, നിങ്ങൾ പാത്രങ്ങൾ മൂടണം. പാനപാത്രങ്ങൾ അടച്ചു വെക്കണം. വാതിലുകളും അടക്കണം. വിളക്കുകൾ നിങ്ങൾ പിന്നെ അടക്കണം. കാരണം പിശാചും അടച്ചു വെച്ച പാത്രം തുറക്കുകയില്ല. അടച്ചു വെച്ച വാതിലും തുറക്കുകയില്ല. മൂടി വെച്ച പാത്രം തുറക്കുകയില്ല. അടക്കാൻ മൂടിയില്ല, പാത്രം ഇല്ലെങ്കിലോ ഒരു കൊള്ളിക്കഷ്ണം കൊണ്ട് നിങ്ങൾ മൂടണം. അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആയിരിക്കണം നിങ്ങൾ അത് മൂടേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് വിളക്കണക്കാൻ പറഞ്ഞത്? ചില കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മെനഞ്ഞുണ്ടാക്കേണ്ട കാര്യമല്ല. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന സഹീഹാണെന്ന് ഇമാം ഹാക്കിമും ഇബ്നു ഹബ്ബാനും പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ജാഅത് ഫഅറത്തുൻ ഫജറത്തിൽ ഫതീലത ഫഅൽഖത്ഹാ ബൈന യദൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ ഖുംറത്തി അല്ലതി കാന ഖായിദൻ അലൈഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്ന ഒരു വിരിപ്പിലേക്ക് ഒരു എലി ഒരു തീക്കൊള്ളിയുമായിട്ട്, തീയിന്റെ ചെറിയ ഒരു കട്ടയുമായിട്ട് എലി ഇങ്ങനെ വരിക. എന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് വലിച്ചു കൊണ്ടുവന്ന തീക്കൊള്ളി അവിടെ കൊണ്ടുവന്നിട്ടു. അത് ആ ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ആ വിരിപ്പ് കരിച്ചു കളഞ്ഞു എന്ന ഒരു ദിർഹമിന്റെ വട്ടത്തിൽ ആ വിരിപ്പ് കരിച്ചു കളഞ്ഞു. ആ തീപ്പൊരി അവിടെ വന്നു വീണ അപ്പോ എലി കൊണ്ടുവന്നതാ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, ഇദാ നിംതും, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ, ഫാതുഫിഉ സിറാജകും, നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ ഊതി വെക്കണം. ഫഇന്ന ശൈത്താൻ, കാരണം പിശാച് യദുല്ലു മിത്ല ഹാദിഹി അലാ ഹാദാ, എങ്ങനെയുള്ള ജീവികൾക്ക് അറിയിപ്പ് കൊടുക്കും, മനുഷ്യനെ പ്രയാസപ്പെടുത്താൻ, മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ, അവനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പിശാച് ഇത്തരം വിവരങ്ങളൊക്കെ ചില ജീവികൾക്ക് കൊടുക്കും. ഫയുഹരിഖകും, അങ്ങനെ നിങ്ങളെ കരിച്ചു കളയും. അവിടെയും പിശാചിന്റെ ചെറിയൊരു പ്രവർത്തനമാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതെങ്ങനെയാ നമുക്കറിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? അതും നമുക്കറിയില്ല. ഇങ്ങനെ റസൂൽ പറഞ്ഞു, ഉണ്ടെന്ന് പറഞ്ഞു, ഉണ്ടെന്ന് വിശ്വസിക്കുക, ഇല്ല എന്ന് പറയാൻ, അതിനെതിരെ സംസാരിക്കാൻ നമുക്കാർക്കും ബാധ്യതയില്ല, നമുക്കാർക്കും അവകാശവും ഇല്ല. ആടുമാടുകളെ പോലും കെട്ടിവെക്കുന്ന ഹദീസിലുണ്ട്. രാത്രിയായി നിങ്ങൾ മൃഗങ്ങളെ അഴിച്ചുവിടരുത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ലാ തുർസിലു ഫവാശീകും, നിങ്ങളുടെ ആടുമാടുകളെ നിങ്ങൾ വിട്ടയക്കരുത്. വസുബിയാനക്കും, കുട്ടികളെയും വിടാൻ പാടില്ല. ഇദാ ഗാബത്തി ശംസു, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ, ഹത്താ തദ്ഹബ ഫഹബത്തുൽ ഇശാഇ, രാത്രി ഇരുട്ടാകുന്ന ആ ഒരു ചാരനിറമുണ്ടല്ലോ, അത് വരുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയും കന്നുകാലികളെയും പുറത്തു വിടാൻ പാടില്ല. കാരണം പിശാചുക്കൾ വ്യാപിക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഇശാഇന്റെ ആ ചാരനിറം, രാത്രിയുടെ ആ കറുപ്പ് നിറം അങ്ങോട്ടാകുന്നതുവരെ പിശാചുക്കൾ വ്യാപിച്ചു കൊണ്ടിരിക്കും. ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും. എന്തിനാ നമ്മൾ നിഷേധിക്കേണ്ട ആവശ്യം? എന്തിനാ അത് അന്ധവിശ്വാസമാണെന്ന് പറയേണ്ട ആവശ്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, നമ്മൾ അതിനെ അതേപോലെ അങ്ങോട്ട് അംഗീകരിക്കുകയും ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഹദീസിൽ വന്ന ഒരു വിഷയത്തെയും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ ഒരു സ്വന്തമായ വ്യാഖ്യാനങ്ങളോ മറ്റോ കൊടുക്കാൻ പാടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ പോലുള്ള പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ, അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, മുൻഗാമികൾ വ്യാഖ്യാനിക്കാത്ത, നമ്മുടെ സലഫുകൾ വിശദീകരിക്കാത്ത ഒരു കാര്യത്തെയും നമ്മൾ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും പോകേണ്ടതില്ല. അവർ പ്രത്യക്ഷാർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൻഹജ് സ്വീകരിച്ചുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ നിലകൊള്ളണം. പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ ഒരിക്കലും അതിനെ നിഷേധിക്കുവാനോ എതിർക്കുവാനോ നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം അടുത്ത ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല
സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി സത്യം ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിന്റെ വക്താക്കളായി ജീവിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിന്റെ എല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്നും ഷർറുകളിൽ നിന്നും അള്ളാഹു നമുക്കേവർക്കും മോചനം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനോടുകൂടി മരണപ്പെടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.